ഹായ് ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചെടികളിൽ, അതായത് നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നമ്മുടെ റോസാ ചെടികളിലും ഓർക്കിഡുകളിലും ഹൈഡ്രാഞ്ചിയയിലും അതേപോലെ അഡീനിയത്തിലും എല്ലാം ഉറുമ്പിൻ്റെ ഒരു ശല്യമുണ്ട്. നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികളെ അലട്ടുന്നൊരു പ്രശ്നമാണ് ഈ ഉറുമ്പിൻ്റെ ശല്യം. അതിൻ്റെ കുറച്ച് സൊല്യൂഷൻസാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കുമായിരിക്കും ഇതെന്തുവായി കാണിക്കുന്നത്. ഇത് നമ്മുടെ ഉപ്പാണ്, അതായത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഉപ്പിൻ്റെ പൊടി. ഇത് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ഉറുമ്പിനെ കൊല്ലാനായിട്ട്. അതായത് ഉറുമ്പിന് ഈ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. അതായത് ഉപ്പ് നമ്മൾ ഈ ഉറുമ്പ് വരുന്ന വഴിയിലൊക്കെ കുറച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് പിന്നെ ആ പ്രദേശത്തേക്കേ വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഒരുപാട് ഉപ്പിടാതിരിക്കുക. ചെടിച്ചട്ടിയുടെ പുറത്ത് സൈഡിലും ഒക്കെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഉപ്പ്. അതായത് ഒരു നുള്ളുപ്പ് മതി നമുക്ക് ഉറുമ്പ് നമ്മുടെ ഏത് പ്രദേശത്താണോ വരുന്നത് അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാക്സിമം നമ്മൾ ചെടിച്ചട്ടിയുടെ അകത്തിടാതിരിക്കുക, ചെടിച്ചട്ടിയുടെ പുറത്തിടുക. അതുപോലെ തന്നെ അത് എവിടെയാണോ ഉറുമ്പിൻ്റെ ആ ഒരു ഉറവിടം എവിടെ നിന്നാണോ വരുന്നതെന്ന് കണ്ടുപിടിച്ച് ആ പ്രദേശത്തിടുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വിനാഗിരി. ഈ വിനാഗിരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറുമ്പിനെ നമുക്ക് അവിടെ നിന്ന് മാറ്റാൻ പറ്റും. അതായത് ഈ വിനാഗിരി എന്ന് പറഞ്ഞാൽ ഉറുമ്പിന് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ ആ ഒരു മണം ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉറുമ്പിനെ നമ്മുടെ ചെടികളിൽ നിന്നും ഒക്കെ ഓടിക്കാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഈ വിനാഗിരി. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ 1 കപ്പ് വിനാഗിരിയാണ് എടുക്കുന്നതെങ്കിൽ അതുപോലെ ഒരു 1.5 കപ്പ് വെള്ളം എടുക്കുക. ആ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തതിന് വെള്ളവും വിനാഗിരിയും കൂടെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതായത് ഇളം ഇലകളിലൊന്നും അടിക്കാതിരിക്കുക. ചെടിച്ചട്ടിയുടെ മണ്ണിലേക്കാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത്. ഇലകളിൽ അടിക്കാതിരിക്കുക, തറയിലാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത്. ഇലകളിൽ അടിച്ചു കൊടുത്താൽ ചിലപ്പം ചെടി കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയുടെ വെളിയിലായിട്ട് സൈഡിലൊക്കെ അടിച്ചു കൊടുക്കുക. ഇതിൻ്റെ മണം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഉറുമ്പ് അവിടുന്ന് ഓടിപ്പോകുന്നതായിരിക്കും. ഓക്കെ, വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1-2 ഡ്രോപ്സ് സോപ്പ് സൊല്യൂഷനും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് നമ്മുടെ കുപ്പിയിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ചട്ടിയുടെ ചുറ്റും അടിച്ചു കൊടുക്കാം. ഇലകളിൽ ഒടിക്കുന്നത് നല്ല പ്രായമായ ചെടിയാണെങ്കിൽ അടിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇളം ചെടികളിലൊന്നും അടിക്കാതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോക്ക് ഉണ്ടല്ലോ, അതായത് ബോർഡയിലൊക്കെ എഴുതുന്ന ചോക്ക്, ആ ചോക്കെന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഇത് നമ്മൾ ഈ എവിടെയാണോ ഉറുമ്പിൻ്റെ ഉറവിടം, അതായത് എവിടെ നിന്നാണോ അത് വരുന്നത് അവിടെ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചട്ടിയുടെയൊക്കെ ചുറ്റും ഇതേപോലെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് നമ്മുടെ ചെടിയിലേക്ക് പ്രവേശിക്കാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ചുറ്റും നമ്മൾ ഇതേപോലെ ചട്ടിയുടെ ചുറ്റും വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചട്ടി ഭിത്തിയോട് ചേർന്നാണ് ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഭിത്തിയിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക. അതെന്ന് വെച്ചാൽ ഈ ഭിത്തിയിൽ നിന്നൊക്കെ ഇലകളിലേക്ക് ഉറുമ്പ് കയറിയാണ് നമ്മുടെ ചെടിയിലേക്ക് വരാനുള്ളൊരു ചാൻസ്. അപ്പം ഇങ്ങനെ ചട്ടിയുടെ ചുറ്റും വരച്ചതിന് ശേഷം ചെടി ഇതുപോലെ ഭിത്തിയുടെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഇങ്ങനെയും നമുക്ക് ചെടിയെ ഉറുമ്പിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഉറുമ്പ് നമ്മുടെ പൂക്കൾ തിന്നും, അതുപോലെ തന്നെ അങ്ങനെ കുറേ നമുക്ക് നമ്മുടെ ചെടികളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ഇതാണ് ഉറുമ്പ്. അതായത് കുറേ നാച്ചുറലായിട്ട് ഇങ്ങനെയൊക്കെ ഒരു മെത്തേഡ്സിലൂടെ നമുക്ക് നമ്മുടെ ചെടികളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അതുപോലെ തക്കാളിയുടെ ചുറ്റും, അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം ഈ ചോക്ക് ചുറ്റും വരച്ചു വെക്കുന്നത് വളരെ എഫക്റ്റീവാണ്. ഉറുമ്പ് എവിടെ നിന്നാണോ വരുന്നത് അവിടെയൊക്കെ വരയ്ക്കുക. ഒരു കെമിക്കലും ഇല്ല ഈ ചോക്ക്. പിന്നെ ഈ ചോക്ക് നമ്മളിപ്പം വാങ്ങിക്കുന്നത്
നല്ല ചോക്കാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ചോക്ക് എടുക്കുക. അതായത് അത് റിയൽ കാൽഷ്യം കാർബണേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ക് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരിയിലൊന്ന് മുക്കുക. വിനാഗിരിയിൽ മുക്കുമ്പോൾ ഒരു ഫിസ് വരുന്നുണ്ടെങ്കിൽ, നല്ലപോലെ അത് പതയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് റിയൽ കാൽഷ്യം കാർബണേറ്റ് ചോക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഈ ഉറുമ്പിൻ്റെ ശല്യം അകറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഉപ്പും എല്ലാം ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഉറുമ്പ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ കുറച്ച് ഇത്രയും ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് ഒരു ഹോം റെമഡിയാണ്. ഇത് ഞാൻ ഇപ്പോൾ ഈ വിനാഗിരിയും വെള്ളവും കൂടെ ഒക്കെ കലക്കിയതൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറുമ്പിനെയൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് കേട്ടോ. ഉറുമ്പിൻ്റെ ഉറവിടം ജസ്റ്റ് അത് എൻട്രി പോയിൻ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ഉറുമ്പ് കാണുന്നിടത്തെല്ലാം അടിച്ചു കൊടുക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് നല്ല തിളച്ച വെള്ളം എടുത്ത് ഉറുമ്പ് എവിടുന്നാണോ ഉറുമ്പിൻ്റെ കൂടൊക്കെ ഉള്ളിടത്തേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആ ഉറുമ്പെല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. ഉറുമ്പിൻ്റെ കൂട്ടിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത ഒരു മെത്തേഡാണ് ഞാൻ ഈ ഉറുമ്പിനെയൊക്കെ കണ്ടോ. അതായത് പലതരത്തിലുള്ള ഉറുമ്പുകളാണ് നമ്മുടെയൊക്കെ വീട്ടിൽ വരുന്നത്. ചോനലുറുമ്പുണ്ട്, അതുപോലെ തന്നെ ശവന്തിനി ഉറുമ്പുണ്ട്, പിന്നെ കറുത്തുറുമ്പുണ്ട്, പിന്നെ അങ്ങനെ പല പല ടൈപ്പിലുള്ള ഉറുമ്പുകളാണ് ഓരോ പ്രദേശങ്ങളിലും ഉള്ളത്. നിങ്ങളുടെ അടുത്തൊക്കെ ഏത് ഉറുമ്പാണുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ലാസ്റ്റ് ടിപ്പ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതിൽ നിന്ന് ബേക്കിംഗ് സോഡയിൽ നിന്ന് കുറച്ചെടുക്കുക. അതായത് നമുക്ക് എത്ര എമൗണ്ട് ആണോ നമ്മുടെ ഈ ഒരു പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ നേരെ പകുതി നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുക. അതായത് 2 ടേബിൾ സ്പൂണിൻ്റെ ആണ് നമ്മൾ പൗഡർ ഉണ്ടാക്കുന്നതെങ്കിൽ നേരെ ഹാഫ് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. അതുപോലെ തന്നെ അതായത് നല്ല ആക്റ്റീവായിട്ടുള്ള ഫ്രഷ് ബേക്കിംഗ് സോഡ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അന്നേരം 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും, അതായത് നമ്മുടെ പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചതുമാണ് ഇതിനു വേണ്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അതായത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉറുമ്പ് വരുന്ന വഴിയിലൊക്കെ വിതറി കൊടുക്കുക. അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. അതായത് ചട്ടിയിൽ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, ചട്ടിയുടെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. ഓക്കെ, ഇത് പച്ചക്കറികൾക്ക് ഇടാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെയൊക്കെ സൈഡിൽ ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ ആ വെളിയിലൊക്കെ വരുന്ന വഴിയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഉറുമ്പ് ഇത് ബേക്കിംഗ് സോഡയും അതുപോലെ പഞ്ചസാരയും കൂടെ അത് കഴിക്കുകയും പിന്നീട് അത് ബേസ്റ്റായി നശിച്ചു പോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ഇത്. ഉറുമ്പ് കംപ്ലീറ്റ് ആയിട്ട് അത് നശിച്ചു പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ പറഞ്ഞേക്കുന്ന എല്ലാ ടിപ്സുകളും വളരെ എഫക്റ്റീവാണ്. ഇനിയും കുറേ ടിപ്സുകളൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് സീ യു ഫ്രണ്ട്സ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.